ക്വാളിറ്റി സ്റ്റഡി. യെസ്, ക്വാളിറ്റി സ്റ്റഡി. നമ്മൾ എങ്ങനെയാണ് മക്കളെ പഠിക്കേണ്ടത്? സീരിയസ്ലി 99% സ്റ്റുഡൻസിന് നല്ല പോലെ പഠിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ എന്ത് പറ്റാത്തത്? there is quality of study. നമ്മൾ പഠിക്കുന്ന രീതികളിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ മാർക്കൊക്കെ അടിപൊളിയായിട്ട് കയറും. അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോട്, വെറുതെ അവർ കണ്ട് പഠിക്കട്ടെ. ക്വാളിറ്റി സ്റ്റഡിയിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, മക്കളെ, സ്റ്റഡി വിത്ത് ഔട്ട് സ്റ്റഡി. എന്തുവാ? സ്റ്റഡി വിത്ത് ഔട്ട് സ്റ്റഡി. പഠിക്കാതെ പഠിക്കണം. അതെങ്ങനെയെന്നല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തരാം. എക്സാമ്പിൾ, നിങ്ങൾ സ്കൂളിലോ ട്യൂഷനിലോ എവിടെയെങ്കിലും ഒരു ഫിസിക്സിൻ്റെ ക്ലാസ് കേട്ടു എന്ന് വിചാരിച്ചോ. ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഒബിയസ്ലി എന്ത് ചെയ്യും? പഠിക്കൂല അല്ലേ? പിന്നെ കുറച്ച് പേരെന്ത് ചെയ്യും? എടുത്തു വെച്ച് പഠിക്കും അല്ലേ? ഇത് രണ്ടും ചെയ്യരുത് മക്കളെ. പഠിക്കാതെ പഠിക്കണം. എന്താണെന്നല്ലേ? ആ ഫിസിക്സ് ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റും പിന്നെ അതിൻ്റെ 2-3 പ്രോബ്ലംസും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ വഴിയില്ല. ക്ലാസ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ബുക്ക് തുറന്നതിന് ശേഷം അതെല്ലാം പടപടാന്ന് പഠിക്കരുത്. ആദ്യമേ ഇതിനകത്തുള്ള ഓരോ കോൺസെപ്റ്റും വിത്തൗട്ട് സ്റ്റഡി കാണാതെ എഴുതി നോക്കണം. നിങ്ങളിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കാതെ പിന്നെ ആര് വിശ്വസിക്കാനാണോ? എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യമേ ബുക്കിലുള്ള കാര്യങ്ങളൊന്നും വായിച്ചു നോക്കാതെ പഠിച്ച കാര്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? കാണാതെ എഴുതി നോക്കണം. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും 90% കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അന്നേരം തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ കുറച്ച് കാര്യം മാത്രമേ ഇത് തുറന്ന് വെച്ച് വായിച്ച് നോക്കേണ്ട കാര്യം വരത്തുള്ളൂ. ദാറ്റ് ഈസ് സ്റ്റഡി വിത്തൗട്ട് സ്റ്റഡി. ഇങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വീട്ടിലെത്തുന്നു, പലരും പഠിക്കൂല. പിന്നെ കുറച്ച് പേര് പഠിക്കും. എങ്ങനെ പഠിക്കും? ബുക്ക് തുറന്ന് വയ്ക്കും. ബുക്ക് തുറന്ന് വെച്ചിട്ട് എടുത്ത് വെച്ച് വായിക്കും. വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു ലെറ്ററിലോ ഏതെങ്കിലും ഒരു വേർഡിലോ അങ്ങ് ലോക്കാവും. പിന്നെ അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊരു ഇരിപ്പാണ് ഒരു 1.5 മണിക്കൂർ, ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയും. പിന്നെ കുറച്ച് പേരുണ്ട്, ഈ പഠിക്കുന്ന സമയത്ത് മാത്രം കുറച്ച് ചിത്രകാരന്മാരവിടെ ഉണ്ടാവും, ചിത്രകാരികളും ഉണ്ടാവും. എങ്ങനെയാണെന്നറിയില്ല, പേന എടുക്കും, എന്നിട്ട് സൈഡിൽ അങ്ങോട്ട് ബോർഡറിങ് തുടങ്ങും. അങ്ങോട്ട് ബോർഡറിങ്. ഈ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് ബോർഡറിങ്. ഈ ബോർഡറിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വെറുതെ സമയം വെക്കൊണ്ടിരിക്കും. പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. ഈ പരിപാടിയെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് മക്കളെ, സ്റ്റഡി വിത്തൗട്ട് സ്റ്റഡി. പഠിക്കാനായിട്ടിരിക്കരുത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ബുക്ക് തുറന്ന് വെച്ച് വായിക്കാൻ നിൽക്കേണ്ട മക്കളെ. പഠിച്ച കാര്യങ്ങൾ, സ്കൂളിൽ പഠിപ്പിച്ച കാര്യം അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ആദ്യമേ ഒന്ന് കാണാതെ എഴുതി നോക്ക്. ഉറപ്പായിട്ട് നിങ്ങളിൽ വിശ്വസിക്കും. ഉറപ്പായിട്ടും 90%ഓളം കാര്യങ്ങൾ ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഐ വിൽ ക്രാക്ക് ദ എൻട്രൻസ് എക്സാം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഐ വിൽ സ്റ്റഡി വെൽ. ഐ വിൽ സ്റ്റഡി വെൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. കോൺഫിഡൻസ് കിട്ടിയില്ലേ? കോൺഫിഡൻസ് അപ്പം കിട്ടിയില്ലേ? ക്വാളിറ്റി സ്റ്റഡിയിൽ രണ്ടാമത്തെ കാര്യമാണ് മക്കളെ കൺസിസ്റ്റൻസി. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ യുവർ ലൈഫ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ ആക്ടിവിറ്റി നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് നമ്മുടെ പഠിത്തം കൊണ്ട് ജീവിതം ഉണ്ടാക്കിയെടുക്കേണ്ടവരാ. മനസ്സിലായോ? നമ്മുടെ പഠിത്തം കൊണ്ട് നമ്മളെ ഫാമിലിയെ രക്ഷിക്കേണ്ടവരാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ആക്ടിവിറ്റി എല്ലാ ദിവസവും കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 മന്തിൽ തന്നെ നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡി പാറ്റേൺ ഉണ്ടാക്കിയെടുക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ദാറ്റ്സ് മൈ ഷുവർട്ടി. ഓക്കെ, ക്വാളിറ്റി സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് മക്കളെ സെൽഫ് ഇവാലുവേഷൻ. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ സെൽഫ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും എല്ലാ മക്കളും കൃത്യമായിട്ട് വീക്കെൻഡുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും എങ്ങനെയെങ്കിലും റിവേഴ്സ് ചെയ്താൽ പോരാ, വളരെ ഫാസ്റ്റായിട്ടൊന്ന് എഴുതി നോക്കണം. ദാറ്റ് ഈസ് ദ സെൽഫ് ഇവാലുവേഷൻ മക്കളെ. ഈ എഴുതിയല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് കൊടുക്കുക, അല്ലാതെ ആലോചിച്ച് നോക്കുന്നതല്ലല്ലോ നിങ്ങളുടെ പരീക്ഷ. നിങ്ങളുടെ എക്സാമിനൊക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതിയല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നടക്കൂല. അപ്പം നിങ്ങൾ ആ പ്രാക്ടീസ് തന്നെ ചെയ്യണം. എല്ലാ വീക്കെൻഡുകളിലും ഒരു പ്രാവശ്യം കൃത്യമായിട്ട് കുറച്ച് ടോപ്പിക് എടുത്ത് അതിലെ കാര്യങ്ങൾ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഒന്ന് കാണാതെ എഴുതി നോക്കണം വളരെ ഫാസ്റ്റായിട്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്കിൽഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മക്കളെ. ദാറ്റ് ഈസ് ദ
ക്വാളിറ്റി സ്റ്റഡി. പിന്നല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ +1-ലും +2-ലും 10th സ്റ്റാൻഡേർഡിലും മാത്രം പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായാലും ശരി, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായാലും ശരി, അവർക്കെല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്നുള്ളൊരു സ്ട്രഗിൾ ഉണ്ട് ഗൈസ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റഡി വിത്തൗട്ട് സ്റ്റഡിയാണ്. അതെന്താ സംഭവം? ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒരക്ഷരം പോലും പഠിക്കാതെ ആദ്യമേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കാണാതെ എഴുതി നോക്കുക. കാണാതെ എഴുതി നോക്കണം. അതായിരിക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോഴേ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരത്തുള്ളൂ. വളരെ കുറച്ച് സമയം കൊണ്ട്, ഒരു 10 മിനിറ്റ് മതി ഇതിന്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും. നിങ്ങൾക്ക് എണീറ്റ് പോവാം. അതിലൊരു 10% മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് മറിച്ച് നോക്കി ഒന്ന് പഠിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സ്റ്റഡി വിത്തൗട്ട് സ്റ്റഡി. മറക്കരുതേ മക്കളെ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുക്ക് എടുത്ത് വെച്ച് മറിച്ച് വെറുതെ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക, ഒരാവശ്യമില്ലാതെ. മക്കളെ, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നീറ്റ് പോലുള്ള JEE പോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും മക്കളെ. സോ ബിക്കം ആസ് ഐൻസ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്പർ 1. ഓക്കെ അല്ലേ?